ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ആദ്യമായിട്ടൊരു സ്ട്രോബെറി ഷേക്ക് കഴിക്കാൻ പോവാണ്. അങ്ങനെ പറയാനൊരു റീസൺ ഉണ്ട്. എന്താണെന്നല്ലേ, ഞാൻ ആദ്യമായിട്ട് ഈ സ്ട്രോബെറി ഷേക്ക് കഴിക്കുന്നത് ഞാൻ പോളിടെക്നിക്ക് പഠിക്കുന്ന സമയത്താണ്. പക്ഷേ അന്നത്തെ ഈ സ്ട്രോബെറി ഷേക്കിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, ആ സ്ട്രോബെറി ഷേക്കിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നില്ല. അതിൽ മാത്രമല്ല, അന്നോട്ട് ഞാൻ ഇന്നുവരെ കുടിച്ചിട്ടുള്ള ഒരു സ്ട്രോബെറി ഷേക്കിൽ സ്ട്രോബെറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അന്നോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ശരിക്കുള്ള സ്ട്രോബെറി വെച്ചിട്ടൊരു ഷേക്ക് കുടിക്കണമെന്ന്. ഈ പ്രാവശ്യം ഷോപ്പിൽ പോയപ്പോൾ നമുക്ക് കുറച്ച് ഫ്രഷ് സ്ട്രോബെറി കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കി നോക്കാം. ആദ്യമായിട്ട് സ്ട്രോബെറി എടുത്തിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത ശേഷം നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി നമ്മുടെ സ്ട്രോബെറി കുറച്ച് പുളി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രീസർ വെച്ച് തണുപ്പിച്ചെടുത്ത് നല്ല കട്ടിപ്പാലാണ്. അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സ്ട്രോബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി ടോപ്പിൽ കുറച്ച് സ്ട്രോബെറിയൊക്കെ വെച്ച് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച് ഗാർണിഷ് ചെയ്യാം. ശരിക്കും ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുടിക്കുന്ന സ്ട്രോബെറി ഷേക്കിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ ഭയങ്കര റിഫ്രഷിംഗ് ആണ്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്